കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുന്നു ആടിയുലയുന്ന ജീവിത സാഹചര്യത്തെ നടുവിൽ നിൽക്കുന്ന ചിലതിനോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്റെ ഈ സാഹചര്യത്തിന് നടുവിൽ നിന്റെ ദൈവം ഈ വിഷയത്തിന് നടുവിൽ നിന്നെ സഹായിക്കേണ്ടതിന്, നിന്നെ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതിന് ഇന്ന് പകൽ ഈ സർവശക്തനായ ദൈവം നിന്റെ പടകിൽ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരുമെന്ന് ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. അതേ പ്രിയരെ, നീ അനുഭവിക്കുന്ന വലിയ ഈ പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽ എഴുന്നേൽക്കുകയാണ്. നീ കരഞ്ഞ വിഷയമല്ലേ, നീ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിളിച്ച വിഷയമല്ലേ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ കൈപ്പിഴയുടെ അത് നിമിത്തം നീ കരഞ്ഞ വിഷയങ്ങളില്ലേ, ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ വിഷയത്തിന് നടുവിൽ ഞാൻ ഇറങ്ങി വരാൻ പോകുകയാണ്. ഓ റംധുനി മന്ദൽ കനാദിയ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ തകർന്നു പോകും, ഇനിയൊരു സ്റ്റെപ്പും എനിക്ക് വെക്കാനില്ല, ഇനിയും ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ ജീവിതം അവസാനിച്ചു, ജീവിതം കൈവിട്ടുപോയി എന്ന് പറഞ്ഞതിന്റെ നടുവിൽ ഇന്ന് പകൽ സർവശക്തൻ എഴുന്നേറ്റ് വരുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുക. തകർന്നടത്തുന്ന് പണിയുന്നൊരു ദൈവമുണ്ട്, തകർന്നടത്തുന്ന് പണിയുന്നൊരു ദൈവമുണ്ട്, നിന്റെ കണ്ണുനീരിനെ ഒപ്പുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പുതിയ പദ്ധതികളെ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ മറന്നു പോകരുത്. ഈ ദിവസങ്ങളിൽ സർവശക്തന്റെ കരം ചിലർക്ക് അനുകൂലമായി ചലിക്കുന്നത് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുകയാണ്. സർവശക്തന്റെ കരം ചിലർക്ക് വേണ്ടി അനുകൂലമായി ചലിക്കുന്നത് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു. ഇത് പകലിൽ അത് വിശ്വസിക്കുക. നിനക്ക് വേണ്ടിയാണ് ഈ ദൂത്. ഇന്ന് പകൽ നിന്നോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ബിസിനസ് തകർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് പ്രൈസ് ദി ലോർഡ് ഭാരപ്പെട്ടിരിക്കുന്ന, ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് ഈ വചന ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ ആത്മാവ് ദൂത് പറയുന്നു, നിന്നെ പൊളിഞ്ഞെടുത്തുന്ന് തകർന്നെടുത്തുന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ജനതയോട് ദൂത് പറയുന്നു. ബിസിനസിന്റെ പുതിയ തലങ്ങളെ ചിലർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. ജോലി സാധ്യതകൾ ചിലർക്ക് വേണ്ടി ഇന്ന് പകൽ പരിശുദ്ധൻ തുറന്നു കൊടുക്കുക. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ജോലി നഷ്ടപ്പെട്ടവർ ഇന്ന് പകലിൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവവൈതലേ, നീ നാളുകളായി കുറെ മാസങ്ങളായി നിന്റെ മുറിക്കകത്തിരുന്ന് കരയുന്ന വിഷയമല്ലേ, ഇനി ഞാൻ എന്തു ചെയ്യും, എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഞാൻ എന്ത് ചെയ്യും, എന്റെ തലമുറയുടെ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽ സകലത്തിനും വേണ്ടി മറുപടി തരുമെന്ന്, ഇന്ന് പകൽ നീ ഭാരപ്പെടുന്ന സകല വിഷയത്തിനും മറുപടി തരുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാണ്. ഈ വരുന്ന 6 മാസത്തിനകത്ത് നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധൻ ഇന്ന് പകൽ ദൂത് പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ജോലി നഷ്ടപ്പെട്ട 2-3 പേരെന്റെ ശബ്ദം ഇന്ന് പകൽ കേൾക്കുന്നുണ്ട്. നിന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നീ ഏത് രാജ്യത്തിൽ നിന്നാണോ മടങ്ങി വന്നത് അതേ രാജ്യത്തിലേക്ക് ഇന്ന് പകൽ നിന്നെ പരിശുദ്ധാത്മാവ് തിരിച്ചു കൊണ്ടുപോകുമെന്ന് ചിലനോട് ആത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നു. ഇന്ന് പകലിൽ ഈ നിന്റെ ചുറ്റുപാടുകളിൽ സാധ്യതകളില്ലായിരിക്കാം, എന്നാൽ ദൈവ വചനത്തിനകത്ത് സാധ്യതകളുണ്ട്. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ താൻ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു ജാതിയായ സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മകൾക്ക് ദീനമായി കിടക്കുന്നു, നീ അവളെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോ യേശു കർത്താവ് പറഞ്ഞ കാര്യം എങ്ങനെയാണ് നമുക്കറിയാം. യേശു അവളെ നോക്കിയിട്ട് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. യേശു കർത്താവ് ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടി വന്നതാണ്, ജാതികൾക്ക് വേണ്ടി വന്നതല്ല. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ അവൾ ആ വാക്ക് കേട്ട് മടുത്തു പിന്മാറിപ്പോയില്ല. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൾ പറഞ്ഞു, മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കഴിച്ച് നായ്ക്കുട്ടികൾ ജീവിക്കുന്നുവല്ലോ എന്ന് അവൾ യേശു കർത്താവിനോട് പറഞ്ഞു. ഹല്ലേലൂയ. അവൾ പറഞ്ഞത് ഇതാണ്. യേശു കർത്താവിനോട് അവൾ ഒരു വെളിപ്പാട് പറഞ്ഞു. പിതാവിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു വെളിപ്പാട്
വെളിപ്പാട് യേശു കർത്താവിനോട് അവൾ പറഞ്ഞു എന്ന് പറഞ്ഞ് യേശു കർത്താവിനോട് അവൾ ഒരു ദൂത് പറയുക, ശരിയാ, നീ മേശപ്പുറത്തിരിക്കുന്ന അപ്പവാ, ആമേൻ, നിന്റെ മക്കൾ നിന്നെ ആമേൻ താഴേക്ക് വലിച്ചെറിയും, നീ ചിതറിപ്പോകും, അത് ഞങ്ങൾക്ക് ജാതികൾക്ക് അത് രക്ഷയായി മാറുമെന്ന് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു, ആ നിമിഷം തന്നെ യേശു കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം വലുത്. അവളൊരു സാധ്യത കണ്ടെത്തി, വചനത്തിനകത്ത് ഒരു സാധ്യത കണ്ടെത്തി. പ്രിയമുള്ള ദൈവമക്കളെ, ആരൊക്കെ നിനക്ക് വിരോധമായി എഴുന്നേറ്റ് വന്നാലും, ഈ ലോകത്തിലെ സകല പൈശാചിക ശക്തികളും നിനക്കെതിരെ ആമേൻ എഴുന്നേറ്റ് വന്നാലും, ഇന്ന് പകൽ നീ വചനത്തിൽ ആശ്രയിക്കുന്നവളാണോ? വചനത്തിൽ ആശ്രയിക്കുന്നവളാണോ? വിട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. യാഗത്തെ കുറിച്ച് പറയുന്ന ഭാഗത്ത് യാഗപീഠത്തിൽ യാഗവസ്തു എരിയുമ്പോ ആമേൻ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം എന്ന് തിരുവചനം പറയുന്നു. കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. പ്രിയമുള്ള ദൈവമക്കളെ, ഒരു വിശ്വാസി സ്വർഗീയാഗ്നിയാൽ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. സാഹചര്യത്തിനനുസരിച്ചല്ല, ജീവിതത്തിൽ നന്മയുണ്ടാകുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും, ആമേൻ, പ്രൈസൽ, വലിയ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും ഒരു വിശ്വാസി ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കണം എന്ന് തിരുവചനം ഉറപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം? യാഗപീഠത്തിൽ ഇറങ്ങി വന്ന തീ മാനുഷികമായ തീയല്ല, മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട തീയല്ല യാഗപീഠത്തിൽ കത്തുന്നത്. ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗീയ തീയാകയാൽ ആ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ! കെട്ടുപോകാതെ അതിനെ സൂക്ഷിക്കണം. പുറപ്പാട് പുസ്തകം മോശയുടെ ചരിത്രം നാം വായിക്കുമ്പോ സ്വർഗീയ തീ അവൻ ഇറങ്ങി വന്നത് നാം വായിക്കുന്നു. മോശ തന്റെ അമ്മായിയപ്പനാകുന്ന യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബിലേക്ക് അടുത്തപ്പോ താൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച അവൻ ഹോരേബിൽ കണ്ടു. ആമേൻ. അഗ്നി കത്തുകയാണ്, മുൾപടർപ്പ് കത്തുകയാണ്. എന്നാൽ മുൾപടർപ്പ് വെന്തുപോകുന്നില്ല. മുൾപടർപ്പ് വെന്തുപോകാത്ത ഈ അത്ഭുത കാഴ്ച എന്തെന്ന് കാണുവാൻ മോശ മുൾപടർപ്പിലേക്ക് അടുത്തപ്പോ ആ തീയുടെ നടുവിൽ നിന്നൊരു ശബ്ദം പുറപ്പെട്ടു. മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിലെ ചെരുപ്പ് ഊരിക്കളക എന്നൊരു ശബ്ദം കേട്ടു. ഹല്ലേലൂയ! ആ സ്ഥലം വിശുദ്ധ ഭൂമിയാക്കപ്പെട്ടു. അതുവഴി സാധാരണ ഒത്തിരി ആൾക്കാർ യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ഭൂമി വിശുദ്ധ ഭൂമിയാക്കപ്പെട്ടു. കാരണം എന്താ? വിശുദ്ധനായ ദൈവം അവിടെ ഇറങ്ങി വന്നപ്പോ ആ ഭൂമി വിശുദ്ധമാക്കപ്പെട്ടു. പ്രിയമുള്ള ദൈവമക്കളെ, ആമേൻ, ആമേൻ, സ്വർഗീയ അഗ്നി ആമേൻ ഇറങ്ങി വന്നപ്പോ ആ ദേശത്തിന്റെ, ആ സ്ഥലത്തിന്റെ സകല അശുദ്ധിയും ചാരമാക്കപ്പെട്ടു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, സ്വർഗത്തിന്റെ തീ നിന്റെ അകത്ത് ഇറങ്ങി വന്നപ്പോ നിന്റെ സകല അശുദ്ധിയെയും അത് ചാരമാക്കി മാറ്റി. ഇന്ന് പകൽ ഉറയ്ക്ക്, സ്വർഗീയ തീ നിന്നെ വിശുദ്ധീകരിക്കുന്ന തീയാണ്, നിന്നെ വിശുദ്ധീകരിക്കുന്ന തീയാണ്. നിന്റെ ജീവിതത്തിന്റെ സകല ആമേൻ പ്രൈസ് ദി ലോർഡ് അശുദ്ധിയെയും ആമേൻ ആമേൻ കത്തിച്ച് ചാമ്പലാക്കി നിന്നെ വിശുദ്ധനാക്കുന്ന വിശുദ്ധിയുടെ തീയെന്ന് ഇന്ന് പകൽ ചിലർ ഉറയ്ക്കട്ടെ. ഇന്ന് പകൽ വിശുദ്ധിയുടെ തീക്ക് വേണ്ടി ചിലർ ഏൽപ്പിക്കപ്പെടട്ടെ. ഇന്ന് പകൽ ചിലത് കരിയേണ്ടത് ഇന്ന് പകൽ കരിഞ്ഞു മാറട്ടെ. യാഗപീഠത്തിൽ അവൻ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന യാഗവസ്തുവിന്റെ മാംസമാണ്, അവൻ യാഗവസ്തുവിന്റെ ജഡമാണ്. ഇന്ന് പകൽ ജഡത്തിന്മേൽ തീ കത്തി അത് ദഹിക്കണം. ഇന്ന് പകലിൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം, യേശുവിനെ എന്നാണോ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത്, ആ നിമിഷത്തിൽ തന്നെ സ്വർഗത്തിന്റെ അഗ്നി നമ്മുടെ അകത്ത് വന്ന് നമ്മുടെ സകല ജഡത്തിന്റെ മോഹങ്ങളെയും ജഡത്തിന്റെ വികാരങ്ങളെയും ആമേൻ ആ അഗ്നി കരിച്ചു കളഞ്ഞു എന്ന് ഇന്ന് പകൽ ചിലരും മറന്നു പോകരുത്. ഇനിയും നിന്നെ
അത് തൊടത്തില്ല, ഇനി അത് നിന്നെ തൊടത്തില്ല. ഇന്ന് പകൽ ഉറക്കട്ടെ. ഇന്ന് പകൽ പിശാച് ചിലതിന്റെ പിശാച് ചിലതിനെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന കാര്യമുണ്ട്. പിന്നെയും ചിലത് നിന്നെ പിൻപറ്റും. ഇല്ലതാ ഇല്ല ദൈവമക്കളെ, ഇനിയും ചിലത് നിന്നെ പിൻപറ്റത്തില്ല. കാര്യം അതിനെ കരിച്ചു കളഞ്ഞു. കാൽവറിയിൽ ഒരുവൻ യാഗമായപ്പോ നിന്റെ സകല ശാപവും, നിന്റെ സകല രോഗങ്ങളെയും, നിന്റെ സകല അശുദ്ധിയെയും അവൻ കാൽവറിയിൽ വഹിച്ച് നിനക്ക് വേണ്ടി അവൻ യാഗമായി. ഇന്ന് മകൾ തിരിച്ചറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. റമ മസിയന്തൽ കനാദിയ. ആമേൻ. അശുദ്ധിയെ കത്തിച്ച് ചാമ്പലാക്കുന്ന ഒരു സ്വർഗീയ തീയുടെ അഭിഷേകമുണ്ട്. ഇന്ന് പകൽ അതിനുവേണ്ടി ചിലർ ഏൽപ്പിക്കപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആത്മാവെന്നോട് പറയുന്നു, ചില സാഹചര്യത്തിനകത്തുനിന്ന് കരകയറാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചിലരുണ്ട്. എത്ര ശ്രമിച്ചിട്ടും എനിക്കത് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥനാ മുറിയിൽ കരയുന്ന നിന്നോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ആമേൻ, ഒരു സ്വർഗീയ അഗ്നിയുടെ അഭിഷേകമുണ്ട്. അത് നിന്റെ സകല കുറവുകളെയും കരിച്ചു കളഞ്ഞ് നിന്നെ ബലമുള്ളവനാക്കുന്ന, ഹല്ലേലൂയ, നിന്റെ ബലഹീനതകളെ ജയിക്കാനുള്ള കരുത്ത് പകരുന്ന ആമേൻ അഗ്നിയുടെ അഭിഷേകം. അഗ്നിയുടെ അഭിഷേകം, അഗ്നിയുടെ അഭിഷേകം. ഇന്ന് പകലിൽ ഈ അഗ്നി അത് പടരുന്ന അഗ്നിയാണ്. അത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കത്തിക്കയറുന്ന അഗ്നിയാണ്. വിശുദ്ധിയുടെ അഗ്നി. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളക. ആമേൻ. വിശുദ്ധനായവൻ ഇറങ്ങി വന്നപ്പോ ആ സ്ഥലം വിശുദ്ധ ഭൂമിയാക്കപ്പെട്ടു. പ്രിയരെ, നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലമാണെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ മറന്നു പോകരുത് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു അശുദ്ധനും ഒരു വിശുദ്ധനും കൂടി യാത്ര ചെയ്താൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രിയരെ, അവിടെ അകം കത്താൻ തുടങ്ങി. ഇന്ന് പകലിൽ ഇത് കെട്ടുപോകുന്ന ഒന്നല്ല കേട്ടോ. ആമേൻ. വേറൊരാളെ കാണുമ്പോ കെട്ടുപോകുന്ന തീയല്ല. ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ്, കെടുത്താൻ വരുന്നവനെ പോലും കത്തിക്കുന്ന തീയാണ്. നിന്റെ അകത്തൊന്നും മറന്നു പോകരുത്. ഹല്ലേലൂയ. അവള് പറയാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ പറയും, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ. അവളത് കേട്ടപാട് അവൾ എന്തിനാണ് വന്നത് അത് മറന്നിട്ട് കുടം അവിടെ ഇട്ടിട്ട് പട്ടണത്തിലേക്ക് ഓടിപ്പോയിട്ട് ആമേൻ ആ സുക്കാത്ത് പട്ടണത്തിൽ ചെന്നിട്ട് അവൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ ചെയ്ത സകലതും എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നവൻ മശിഹയായിരിക്കും എന്ന് പറഞ്ഞ് ആ പട്ടണത്തിലുള്ള സകലതിനെയും യേശുവിന്റെ അടുത്തേക്ക് പിടിച്ചു കൊണ്ടുവന്നു. അവിടെ അകത്തൊരു തീ കത്തി. എന്താണെന്നറിയാവോ? സുവിശേഷകയുടെ തീ അവിടെ അകത്തു കത്തി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, പ്രിയമുള്ള ദൈവ മക്കളെ, നിന്നെ വിളിച്ച വിളി ഇന്ന് പകൽ തിരിച്ചറി. നിന്നെ പ്രവാചകനാണെന്ന് ആയിട്ടാ വിളിച്ചെങ്കിൽ ഇന്ന് പകൽ നിന്റെ വിളിക്കകത്ത് ആമേൻ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ഇവിടെയകത്ത് ഒരു തീ കത്തി. എന്ത് തീയാന്നറിയാമോ? ആമീൻ. സുവിശേഷത്തിന്റെ തീ അവിടെ അകത്ത് കത്തിയപ്പോ അവൾ വന്ന കാര്യം മറന്നിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടിപ്പോയി. അവൾ ചിന്തിച്ചില്ല, ഞാൻ ചെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്ന് അവൾ ചോദിച്ചില്ല. അവിടെ അകത്തൊരു ധൈര്യം വന്നു. അവൾ ഓടിച്ചെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞവരെല്ലാവരും വിശ്വസിച്ചു. യേശുവിന്റെ അടുത്തേക്ക് അവർ ഓടി വന്നു. ഇന്ന് പകലിൽ ചിലതിന്റെ മേൽ സുവിശേഷത്തിന്റെ അഗ്നി ഇന്ന് പകൽ പകരപ്പെടേണ്ടതിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ചിലതിനെ ദൈവത്തിലേക്ക് തിരിക്കുന്ന ആമേൻ സുവിശേഷത്തിന്റെ അഗ്നി ചിലതിന്റെ മേൽ ചലിക്കട്ടെ. ഞാൻ ആത്മാവിൽ കാണുകയാ, ചില സുവിശേഷകന്മാർ എഴുന്നേറ്റ് വരുന്നു. ഈ കാലഘട്ടത്തിൽ സുവിശേഷം പറയാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് അനേകർ വീട്ടിനകത്തിരിക്കുമ്പോ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ കാണുകയാ, ചിലതിന്റെ മേൽ അന്ത്യകാല ഉണർവിന്റെ തീ ഇന്ന് പകൽ ചലിക്കുന്നു. ഓ,
ഈ കാലത്തിൽ സുവിശേഷം പറയാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് ആമേൻ നീ വീട്ടിനകത്തിരിക്കാനല്ല ദൈവം നിന്നെ തീയുടെ അഭിഷേകത്താൽ നിറച്ചതെന്ന് ഇന്ന് തീർന്നപ്പോ യേശു കർത്താവുമായി അവൾ സംസാരിച്ചപ്പോ അന്നുകൊണ്ട് അവളുടെ ജീവിതത്തിന്റെ പാപത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും അങ്ങനെ കണ്ടിരിക്കുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചിലരുടെ പാപത്തിന് ആമേൻ ചിലരുടെ പാപത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ എന്നെയും നിങ്ങളെയും പരിശുദ്ധൻ കാണുകയാണ്. ചിലരെ നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ, അവരെ വലിച്ചെടുക്കാൻ ആമേൻ, പ്രൈസ് ദി ലോർഡ്, എന്നെയും നിങ്ങളെയും കണ്ടത് നല്ല സാഹചര്യമുള്ളപ്പം മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നിന്റെ അകത്തെ അഗ്നി ആളിക്കത്തണം എന്ന് ഇന്ന് പകൽ ചിലർ ഉറയ്ക്കട്ടെ.